അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുക്കർ മുട്ട ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വാടി വരണം കേട്ടോ. അതുവരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് ചിക്കൻ മസാലൻ്റെ പൊടി, എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂണോളം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിനാണ് ഒരു പാത്രം അരി എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 3 പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 കോഴിമുട്ട പുഴുങ്ങിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ചപ്പ് പുതിനയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സ്ലിമിലിട്ടിട്ട് 2 വിസിലും കൂടെ വന്നാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് അരക്കേജിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. ഇനി ഒരു തട്ടിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.